ഹായ് ഓൾ, ഇന്നൊരു പ്രോൺസ് കോക്കനട്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല ഡിഷാണ്. ഇത് എൻ്റെ ഒരു വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ആക്കിയത് അതൊരു പാനിലെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു സ്വല്പം ഉപ്പ് വേണം. നമ്മൾ എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പിടിപ്പിക്കേണ്ടത്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഷ്രിമ്പ് വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട, അപ്പോൾ അത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയിലോട്ട് ഞാനിവിടെ ഒരു 2 പിടി തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 2 ടേബിൾ സ്പൂൺ സാധാരണ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം, ഒരു 2 എണ്ണം. ഇതും കൂടെ നമ്മൾ നന്നായിട്ട് ഉപ്പും ചേർത്ത് അരച്ച് പേസ്റ്റാക്കി വെക്കുക. പിന്നെ നമ്മളൊരു പ്രോൺസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ചട്ടിയൊക്കെ ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം സോറിയുണ്ട്, ഞാൻ ഈ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവായ ഫുൾ ഉലുവയാണ്, പൊടിയല്ല, ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല,